നാട്ടിൽ വന്നാൽ പിന്നെ മിക്ക ദിവസവും ചക്കയും മാങ്ങയും കൊണ്ടുള്ള വിഭവങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ചക്കക്കാലം മാങ്ങക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ദിവസവും എല്ലാവരുടെ വീട്ടിൽ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ ചക്ക വിഭവങ്ങളും മാങ്ങ വിഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇന്ന് നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ചക്ക എലിശ്ശേരിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അമ്മ ചക്കയൊക്കെ വെട്ടി വൃത്തിയാക്കി കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, ഓവറായിട്ട് കുക്ക് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് തന്നെ കുരുമുളകാണ്. അപ്പോൾ ഈ ചക്കയിൽ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് മാത്രം മുളക് പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ചട്ടിയിൽ വേവിച്ചാലും മതി. ചക്ക എരിശ്ശേരിക്ക് ചക്ക വേവിക്കുമ്പോൾ ഓവറായിട്ട് കുക്കാവരുത്. അതിനായിട്ട് നമുക്ക് ചട്ടിയോ അല്ലെങ്കിൽ തുറന്ന് വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. കുക്കറിലൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ അത് ഓവർ കുക്കായിട്ട് വരും. പിന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് നാളികേരമാണ്. നാളികേരം പകുതി നമുക്ക് അരച്ച് ചേർക്കണം, പകുതി ഇതിലോട്ട് വറവായിട്ട് നന്നായിട്ട് വറുത്തിടും വേണം. അതിനായിട്ട് നാളികേരം ഇത്തിരി അത്യാവശ്യം ചക്ക എരിശ്ശേരിക്ക് ആവശ്യമാണ്. ഇനിയിപ്പോൾ ഇത് വെന്ത് വന്ന ഈ ചക്കയുടെ ഈ കൂട്ടിലോട്ട് നമുക്ക് നാളികേരം മാത്രമായിട്ട് അരച്ചെടുക്കാം. പകുതി നാളികേരം, ഒരു മുറിയുടെ പകുതി നമുക്ക് അരച്ച് ചേർക്കാം. എന്നിട്ട് നന്ന പോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ചക്ക എരിശ്ശേരിക്ക് എരിവ് വരുന്നത് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവാണ്. മുളക് പൊടി ഒരു കളറിന് മാത്രമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചക്ക വേവിക്കുന്ന സമയത്ത് തന്നെ കുരുമുളക് പൊടിയും പച്ചമുളകും മെയിനായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് മെയിനായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് നാളികേരവും ജീരകവും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് വറുത്ത് ഇതിലോട്ട് ചേർക്കണം. അതിനായിട്ട് ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നാളികേരവും ജീരകം ആദ്യമേ ഇട്ട് കൊടുക്കാം. പക്ഷേ നമുക്കിത് ഒരുപാട് ഇങ്ങനെ വറുത്തെടുക്കുന്നതുകൊണ്ട് ആദ്യം ജീരകം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. നാളികേരവും ജീരകവും കറിവേപ്പിലയും ഒപ്പം ചേർത്ത ശേഷം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്ത ശേഷം നമുക്ക് ചക്ക എരിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു സ്വാദെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മാത്രമല്ല ഇനി കഴിഞ്ഞില്ല, ഇനിയാണ് മീൻ താളിച്ചിടുന്നതിനോട്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ചേർത്ത് താളിച്ച് ചക്ക എരിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചക്ക എരിശ്ശേരി റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എരിശ്ശേരിയാണ് കേട്ടോ. നമുക്ക് എല്ലാ സീസണിലും വെക്കാൻ പറ്റുന്ന ഒരു കറിയല്ല. നമുക്ക് ഈ ചക്കക്കാലമൊക്കെ ആകുമ്പോഴാണ് ഈ ചക്ക എരിശ്ശേരി നമ്മൾ വീട്ടിൽ വെക്കുന്നത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.